ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു 10-15 മിനിറ്റിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് മീഡിയം വലുപ്പത്തിൽ വരുന്ന ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തൊലിയൊന്ന് കളഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇനി ഇത് മുറിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് കട്ടി കൂടണ്ട, കാരണം ഫ്രൈ ആയി കിട്ടാൻ കുറേ സമയം എടുക്കും, പിന്നെ ഉൾഭാഗം വേവാത്ത പോലെ ആയിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ കനം കുറച്ചത് ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ 3 കിഴങ്ങും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ നിറച്ച് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ, ഞാൻ ഇടുന്നില്ല. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തോലോട് കൂടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോഴാണ് കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഉപ്പും മുളകും ഒക്കെ നല്ലോണം എത്തിക്കോട്ടെ. മിക്സ് ആക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇതാ ഈ ഒരു രീതിയിലാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതൊരു 3-4 മിനിറ്റ് ഒന്നും അവിടെ ഇരുന്നോട്ട്, കൂടുതൽ സമയമൊന്നും വേണ്ട. എന്നിട്ട് ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. മാവിന് ചെറിയൊരു ക്രിസ്പി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പത്തിരിയുടെ ഒക്കെ പൊടിയാണ്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു കിഴങ്ങിലേക്ക് ഒന്ന് പിടിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ. അപ്പോൾ മിക്സ് ആക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് മിക്സ് ആക്കി വരുന്ന സമയത്ത് ഇതാ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. കിഴങ്ങിൽ നിന്നും കുറച്ചൊരു വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന കിഴങ്ങിൻ്റെ വലിപ്പമൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് മൈദയിലും അതുപോലെ തന്നെ കടലമാവിലും ഒക്കെ വ്യത്യാസം വരും കേട്ടോ. എങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അതായത് നമ്മൾ കോഴിക്കാൽ ഫ്രൈ ചെയ്യില്ലേ, കപ്പ വെച്ചിട്ട് തലശ്ശേരി സ്പെഷ്യലായിട്ടുള്ള ഏകദേശം ആ ഒരു ലുക്കിൽ. ഇത്രയും കട്ടി വേണ്ട കേട്ടോ. ഒരു 4-5 ഒരു കെട്ടിലിങ്ങനെ വന്നാൽ മതി. ആ ഒരു രീതിയിൽ പിടിച്ചെടുത്താൽ മതി, അതായിരിക്കും നല്ലത്. ഇതുപോലെ ഒരു 4-5 ഒന്നിച്ചൊരു കെട്ടിലിങ്ങനെ പിടിച്ചെടുത്തതിന് ശേഷം ഇനി ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് അത്യാവശ്യം ചൂടുണ്ടായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. കാരണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം ഭാഗം കറുത്ത് പോകുകയും ചെയ്യും, ഉൾഭാഗം വെന്തിട്ടും ഉണ്ടാവില്ല. കിഴങ്ങായതുകൊണ്ട് ഒരു ഇത്തിരി വേവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിരുന്ന് വെന്ത് വന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആവുന്ന സമയത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഒരു സ്നാക്സ് ഇങ്ങനെ കാണുന്ന സമയത്ത് ശരിക്കും നമ്മൾ ആ ഒരു തലശ്ശേരി സ്പെഷ്യൽ കോഴിക്കാല് പോലെയൊക്കെ തോന്നും, പക്ഷേ പെർഫെക്റ്റ് ആ ടേസ്റ്റ് അല്ല കേട്ടോ. എന്തായാലും അത് സാധാരണ നമ്മളെ കപ്പ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, ഒരു സ്പെഷ്യൽ സ്നാക്ക് തന്നെയാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് കിഴങ്ങ് വെച്ചിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം, അത്രയേ ഉള്ളൂ. അപ്പോൾ 2 ഭാഗവും അത്യാവശ്യം നല്ലോണം ഇതുപോലെ ഫ്രൈ ആയി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്നാക്സ് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാം. ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ ഇങ്ങനെ ഒന്ന് മുക്കി കഴിക്കാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. കിഴങ്ങായതുകൊണ്ട് തന്നെ കെച്ചപ്പായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കെച്ചപ്പ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനി എന്തായാലും നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്